ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതുവരെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കാരണം മുൻ ബി.ജെ.പി സർക്കാരുകൾ എന്തൊക്കെ പിടിപ്പുകേടുകൾ കാണിച്ചാലും അത് ആദ്യം കൊണ്ടുവന്ന് ചാരിവയ്ക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മണ്ടയിലാണ്. നെഹ്റു അന്ന് അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നത്. നെഹ്റു അന്ന് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഇങ്ങനെ കാണിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെയാണ് തീരെ ചെറിയ ബി.ജെ.പി പ്രവർത്തകൻ മുതൽ അങ്ങ് മുകളിലുള്ള വലിയ ബി.ജെ.പി നേതാവ് വരെയുള്ളവരുടെ വാദം. സത്യം പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നില്ല എങ്കിൽ ഇവർ എന്തു പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മാറി. നരേന്ദ്രമോദി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നിയമനങ്ങളൊക്കെ മതിയാക്കിയെന്നാണ് തോന്നുന്നത്. ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പുതിയ ഒരാൾ എത്തിയിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറിയായി ആദ്യം എന്ന് മാത്രമേ ഉള്ളൂ. ആൾ പഴയത് തന്നെ. മുൻ UPA സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബി.ജെ.പിക്കാർ എന്നും ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണല്ലോ പാകിസ്ഥാനും ചൈനയും. ഇതിൽ ചൈനയുമായി നല്ല അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തെ വിദേശകാര്യ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് നിയമനം നടന്നത്. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വിക്രം മിശ്രിയുടെ കഴിവിനെ ഉപയോഗിക്കാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. ചൈനയുമായി അദ്ദേഹത്തിനുള്ള അടുപ്പം ഇക്കാര്യത്തിൽ ഉപയോഗിക്കാനാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് അദ്ദേഹം ഈജിപ്ഷ്യൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. അതിനു മുൻപ് അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 15-ന് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേൽക്കും. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ് മിശ്രി. വിനയ് കോത്രയ്ക്ക് പകരക്കാരനായാണ് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി എത്തുന്നത്. അതേസമയം കോത്രയെ US-ലെ ഇന്ത്യൻ അംബാസഡറായി നിയമിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ചൈനയുമായി ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് മിശ്രി. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് മോദി സർക്കാർ മിശ്രിയെ വിദേശകാര്യ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കത്തെ തുടർന്ന് ഇന്ത്യ ചൈന സംഘർഷം നടന്നു വരികയാണ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ. ഈ സമയത്താണ് വിക്രം മിശ്രിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല വിദേശ നയതന്ത്ര രംഗത്തെ വിവിധ വെല്ലുവിളികളും ഇപ്പോൾ രാജ്യം നേരിടുന്നുണ്ട്. ഈ വിക്രം മിശ്രി ചില്ലറക്കാരനല്ല. ഇന്ദ്രകുമാർ ഗുജറാൾ എന്ന IK ഗുജറാൾ, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നീ 3 പ്രധാനമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും മിശ്രി നേരത്തെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ മൻമോഹൻ സിംഗുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം എടുത്തു പറയേണ്ട വസ്തുതയും കൂടിയാണ്. മൻമോഹൻ സിംഗുമായി അത്രത്തോളം അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയെ സ്വന്തം മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ച് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകുന്നത് പുറത്തുനിന്ന് കളി കാണുന്ന പല BJP നേതാക്കളിലും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിക്രം മിശ്രി ചൈനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദഗ്ധനായാണ് കണക്കാക്കപ്പെടുന്നത്. ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് വിക്രം മിശ്രി 2019-2021 കാലയളവിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം ചൈനീസ് സർക്കാരുമായി കൂടുതൽ അടുത്തത്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 2020 ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടൽ ഏറെ പ്രസിദ്ധമാണ്. അന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ വിക്രം മിശ്രിയാണ് പ്രധാന പങ്ക് വഹിച്ചത്. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ഒരു വലിയ ഏറ്റുമുട്ടൽ ഒഴിവായതെന്നും നയതന്ത്ര രംഗത്തെ പ്രമുഖർ വ്യക്തമാക്കുന്നുണ്ട്. അന്ന് ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ പതിറ്റാണ്ടുകൾക്കിടയിൽ ഇരുപക്ഷവും തമ്മിലുള്ള ഏറ്റവും ഗുരുതരമായ സൈനിക സംഘട്ടനമാണ്. ഈ സംഭവത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അന്ന് സൃഷ്ടിക്കപ്പെട്ട ആ വിള്ളൽ അടയ്ക്കുവാനുള്ള 3ാം മോദി മന്ത്രിസഭയുടെ നീക്കങ്ങളുടെ ഭാഗമായാണ് വിക്രം മിശ്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചനകൾ. 3 പതിറ്റാണ്ടിലേറെ നീണ്ട വിദേശ സേവനത്തിൽ വിക്രം മിശ്രി പാകിസ്ഥാൻ, USA, ജർമ്മനി, ബെൽജിയം, ശ്രീലങ്ക എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ദൗത്യങ്ങളിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 2014 മുതൽ 2016 വരെ സ്പെയിനിലെയും 2016 മുതൽ 2018 വരെ മ്യാൻമാറിലെ ഇന്ത്യൻ അംബാസഡറായിരുന്നു അദ്ദേഹം. നിലവിൽ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റിയെ അദ്ദേഹം ആ സ്ഥാനം ഒഴിയുമ്പോൾ പകരം ഫ്രാൻസിലെ ഇന്ത്യൻ സ്ഥാനപതി ജാവേദ് അഷ്റഫ് ഡെപ്യൂട്ടി NSA ആയി നിയമിക്കപ്പെടുമെന്നാണ് വിവരം.
അതിനൊപ്പം തന്നെ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറെയും ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം ഇന്ത്യൻ പ്രതിനിധിയെയും നിയമിക്കാനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് വിനയ് കോത്ര അമേരിക്കയിലെ അടുത്ത ഇന്ത്യൻ അംബാസഡർ ആകും എന്നാണ് സൂചനകൾ. തരൺജിത് സന്ധു ജനുവരിയിൽ വിരമിച്ചതിനെ തുടർന്ന് ഈ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. വിദേശ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം തരൺജിത് സന്ധു BJPയിൽ ചേരുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമൃത്സറിൽ നിന്നും മത്സരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ തരൺജിത്തിന് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും പിന്നിൽ 3ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. മാർച്ചിൽ കോത്രയെ വിദേശകാര്യ സെക്രട്ടറിയായി 6 മാസത്തേക്ക് നീട്ടി നൽകിയിരുന്നു. രുചിരാഗ് കാംബോജ് ഈ മാസം വിരമിച്ചതിന് ശേഷം ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുടെ സ്ഥാനവും ഒഴിഞ്ഞുകിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് വിക്രം മിശ്രയുടെ കാര്യമാണ്. 1964 നവംബർ 7 ശ്രീനഗറിലെ ഒരു കാശ്മീരി ഹിന്ദു കുടുംബത്തിലാണ് വിക്രം മിശ്ര ജനിച്ചത്. സിന്ധ്യ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും XLRI ജംഷഡ്പൂരിൽ നിന്ന് MBAയും നേടി. 2022 ജനുവരി 1 അദ്ദേഹം ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി NSA ആയി മാറി. പങ്കജ് ശരണിന് പകരമാണ് വിക്രം മിശ്ര ആ ചുമതലയിൽ എത്തിയത്. ഇംഗ്ലീഷ്, ഹിന്ദി, കശ്മീരി ഭാഷകളിൽ പ്രാവീണ്യമുള്ള അദ്ദേഹത്തിന് ഫ്രഞ്ച് ഭാഷയിലും അഗാധമായ പരിജ്ഞാനമുണ്ട്. അതായത് ഈ നാട്ടിൻപുറത്തൊക്കെ ഇരുന്നു കൊണ്ട് ഞങ്ങളാണ് മോദി സർക്കാരിനെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ ഗീർവാണം അടിക്കുന്ന കുറേയേറെ സംഘപരിവാർ പ്രവർത്തകരുണ്ട്. അതിൽ മിക്കവരും 2 തവണ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായി BJPയിൽ ചേർന്ന ആൾക്കാരാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ളവരാണ് അവർ. മുൻപുണ്ടായിരുന്നവരും പുതുതായി വന്നു ചേർന്നവരും ചേർന്ന് കൂടിക്കുഴഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പല നാട്ടിൻപുറങ്ങളും. അത്തരക്കാരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണിത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അടുത്ത വ്യക്തിയായിരുന്ന ഒരാളെ മോദി സർക്കാർ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിയമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഞെട്ടൽ തന്നെയാണ് സമ്മാനിക്കുന്നത്. നയതന്ത്രം എന്താണെന്നോ വിദേശകാര്യം എന്താണെന്നോ അറിയാത്തവർ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കട്ടെ. അതല്ലാതെ ഇത്തവണത്തെ കേന്ദ്രമന്ത്രിസഭ എന്തായാലും ഇവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല.